സുബു എജു പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MS Excelലെ കോളംസിൻ്റെയും റോസിൻ്റെയും ഒക്കെ വിട്ടും ഹൈറ്റും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു കോളത്തിൻ്റെ വിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോളം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കോളത്തിൻ്റെ വിട്ട് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. ഇതല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് കോളംസിനെ മൊത്തത്തിൽ ഒരു നിശ്ചിത വിട്ടിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന കോളംസ് മുഴുവൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ സെൽസ് എന്നൊരു ഗ്രൂപ്പ് കാണാം. ഈ ഗ്രൂപ്പിൽ ഫോർമാറ്റ് എന്നൊരു ടാബ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അവിടെ കോളം വിട്ട് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക. ഒരു ചെറിയ വിൻഡോ വരും. അവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡും ഉണ്ടാവും. എത്ര സൈസാണോ വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു സൈസ് കൊടുത്തു, ഓക്കെ കൊടുക്കുക. കണ്ടോ, അതനുസരിച്ച് എല്ലാ കോളംസിൻ്റെയും നമ്മൾ സെലക്ട് ചെയ്ത കോളംസിൻ്റെ സൈസ് മുഴുവനായി മാറിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കോളം വിട്ട് കുറയ്ക്കാനും സാധിക്കും. വേണ്ടുന്ന സൈസ് ടെക്സ്റ്റ് ഫീൽഡിൽ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളംസിൻ്റെ സൈസ് അല്ലെങ്കിൽ വിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ സെയിം മെത്തേഡിൽ തന്നെ റോസിൻ്റെ ഹൈറ്റ് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. ആവശ്യമായിട്ടുള്ള റോസ് മുഴുവൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് ടാബിൽ പോവുക. അവിടെ റോ ഹൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ വന്നു. അവിടെ കാണുന്ന ടെക്സ്റ്റ് ഫീൽഡിൽ വേണ്ടുന്ന ഹൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ബട്ടൺ അമർത്തുക. കണ്ടോ, ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഹൈറ്റ് കുറയ്ക്കുവാനും സാധിക്കും. ആവശ്യമായിട്ടുള്ള വാല്യൂ കൊടുക്കുക. ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ കൂട്ടുവാനും കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ പരിശീലിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.